മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന ഇല്ലെന്ന ജനം TV വാർത്ത ശരിവെച്ച് CAG റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരമില്ല. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുറവാണ്. ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. KMMCL-നും രൂക്ഷ വിമർശനമാണ്. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. സഭയിൽ വച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ഒപ്പിച്ചേരുന്നു. രശ്മി തന്നെയാണ് ഈ വാർത്ത നൽകിയതെന്നാണ് ഓർക്കുന്നത്. അതായത് മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല. ഒന്ന് ഓർത്തു നോക്കൂ, ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അത് പരിഹരിക്കാൻ നൽകുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ലെങ്കിൽ അതിനപ്പുറം വലിയൊരു ലാഘവ സമീപനം മറ്റെന്താണുള്ളത്? ഇന്ന് CAG റിപ്പോർട്ടിൽ അത് ശരിവെക്കുന്നു അല്ലേ? ഈ മരുന്ന് വിതരണം സംബന്ധിച്ചുള്ള വാർത്ത ആദ്യം നൽകിയത് ജനം TV തന്നെയാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്നതാണ് CAG-യുടെ റിപ്പോർട്ട്. മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ KMCL കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കഴിയില്ല എന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് CAG-യുടെ റിപ്പോർട്ടിൽ ഉള്ളത്. ജനം TV ആദ്യം നൽകിയ വാർത്തയിലും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും നടപടികളില്ല. സംസ്ഥാനത്ത് ഈ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന യാതൊരു വിധത്തിലും നടക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് വ്യാപകമായി മരുന്നുകൾ വിതരണം ചെയ്യുന്നു. അത് വിതരണം ചെയ്ത് ആളുകൾ ഉപയോഗിച്ചതിന് ശേഷം എവിടെന്നെങ്കിലും പരാതി ലഭിച്ചാൽ മാത്രം ആ മരുന്നിന്റെ ഗുണനിലവാര പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്യുന്നതാണ് സാധാരണയായി ചെയ്യുന്നത്. അതിലും രൂക്ഷ വിമർശനമാണ് ഈ CAG റിപ്പോർട്ടിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. ആവശ്യത്തിന് മരുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. ജനതയ്ക്ക് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണത്. മരുന്ന് ക്ഷാമം സംബന്ധിച്ചുള്ള അതിൽ ഒരു തവണ ആരോഗ്യവകുപ്പ് ഇടപെടുകയും ചെയ്തിരുന്നു. 62,826 അവസരങ്ങളാണ് ഇത്തരത്തിൽ പരാതികളായി ഉയർന്നു വന്നിട്ടുള്ളത് ഈ മരുന്നില്ല എന്നുള്ളതിന്. അതോടൊപ്പം തന്നെ മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട 1.64 കോടി പിഴ അത് KMCL കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഈടാക്കിയിട്ടില്ല എന്നുള്ളതും CAG റിപ്പോർട്ടിൽ പറയുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് KMCL-ന് ഈ CAG റിപ്പോർട്ടിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളത് ഈ CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണമാണ് വലിയ രീതിയിൽ കുറവായിട്ട് ഉള്ളത്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം വലിയ രീതിയിൽ കുറവാണെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യം അത് നിറവേറ്റുന്നില്ല എന്നത് CAG റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. 4 മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് എന്നുള്ളത് ഈ നഴ്സുമാര്, ഫാർമസിസ്റ്റുകൾ, ലാബ് ടെക്നീഷ്യന്മാർ, ഒപ്പം തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവരുടെ എണ്ണത്തിലാണ്. ഈ സ്വകാര്യ ആശുപത്രികളൊക്കെ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് അവർ അവിടേക്ക് രോഗികളെ ആകർഷിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ സർക്കാർ സംവിധാനത്തിനുള്ളിൽ അങ്ങനെയൊന്ന് സജീവമായി ഇല്ല എന്ന പരാതി റിപ്പോർട്ടിൽ വരുന്നത്. കൃഷ്ണരാജ്, സർക്കാർ ആശുപത്രികളിലെ സാഹചര്യം വളരെ മോശമാണ്. കാരണം രോഗികളുടെ എണ്ണം ഏതാണ്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഈ ഡോക്ടർമാരുടെ കുറവുകളാണെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ആണെങ്കിലും നഴ്സുമാരുടെ ആണെങ്കിലും ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ ഇവരുടെയൊക്കെ നിരവധി ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകളൊന്നും തന്നെ നികത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഈ ഡ്യൂട്ടിയിലുള്ളവർ തന്നെ മണിക്കൂറുകളോളം തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യം. അത് കാരണം പലതരത്തിലുള്ള ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഈ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആശുപത്രി OP വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ എണ്ണം ചികിത്സ തേടി വരുന്ന രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഉയരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഓർഡർ ചെയ്ത അളവിനേക്കാൾ കുറവായി മരുന്നുകൾ വിതരണം ചെയ്ത 82 അവസരങ്ങളിലായി 1.64 കോടി പിഴ ഈടാക്കിയിട്ടുണ്ട്. അത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാര്യമാണ് ചൂണ്ടിക്കാണുന്നത്. ഏതായാലും ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മരുന്നിന്റെ ഗുണനിലവാര പരിശോധനയുടെ കാര്യത്തിലാണെങ്കിലും ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും ആർദ്രം മിഷന്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ആരോഗ്യരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. ആരോഗ്യമന്ത്രി വീണ ജോർജ് എപ്പോഴും ആവർത്തിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ അതല്ല വസ്തുത എന്നുള്ളതാണ് ഈ CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ശരി, മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയില്ലെന്ന ജനം TV വാർത്ത ശരിവെക്കുകയാണ് CAG റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരമില്ല എന്ന് പറയുന്നു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ കുറവാണ്. ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല. അങ്ങനെ കൃത്യമായി
വിമർശനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ആ റിപ്പോർട്ടിൽ കാണാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക്.